ജി സുധാകരനാണ് ആലപ്പുഴയിലേക്ക് വന്നാൽ ശ്രദ്ധാകേന്ദ്രം. പുന്നപ്രയുടെ മണ്ണിൽ ഇടത് മട വീഴ്ത്താൻ കഴിയുമോ എന്ന ആകാംക്ഷയിലാണ് UDF ഇത്തവണ പോരിനിറങ്ങുന്നത്. ശരണ്യ സ്നേഹത്തിന്റെ റിപ്പോർട്ടുകൾ. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് വിവരങ്ങളുമായി. ശരണ്യ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായി 1 മണിക്കൂറിനകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ജി സുധാകരൻ എന്തായാലും അവിടെ മത്സര രംഗത്തുണ്ടാകും എന്നത് പറഞ്ഞിരുന്നതാണ്. മറ്റ് തീരുമാനങ്ങൾ ഇന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? പിന്തുണ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഏതെങ്കിലും വ്യക്തത ഇന്ന് വരുമോ? രേണുക, ആലപ്പുഴ ജില്ലയില് CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് എനിക്ക് കേൾക്കാം. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴ ജില്ലയിൽ സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിൽ PP ചിത്തരഞ്ജനാണ് ജില്ലയിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ സലാമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തന്നെ CPM-മായി ഇടഞ്ഞ് സ്വതന്ത്രനായി മത്സരിക്കാൻ നിൽക്കുന്ന ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രത്യേകമായ മണ്ഡലമായി അമ്പലപ്പുഴയെ മാറ്റുന്നു എന്നുള്ളതാണ്. അമ്പലപ്പുഴ കഴിഞ്ഞ 2 ടേമുകളായി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. കഴിഞ്ഞ 3 ടേമുകളായി ഇടതുപക്ഷം ഭരിക്കുന്ന മണ്ഡലമാണ് അമ്പലപ്പുഴ. അതുകൊണ്ട് തന്നെ ആ അമ്പലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥിത്വത്തിന് വെല്ലുവിളിയായി ജി സുധാകരൻ ഉയർന്നു വരുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഉയർന്നു നിൽക്കുന്നത്. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPM വലിയ പ്രതിരോധം ആലപ്പുഴയിൽ തീർക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പലപ്പുഴയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രകടനങ്ങളടക്കം, അതായത് വിശദീകരണ യോഗങ്ങൾ, പ്രകടനങ്ങൾ, കുടുംബയോഗങ്ങൾ എന്നിവ വിളിച്ചു ചേർക്കുന്നതിനുള്ള തിരക്കിലാണ്. അതിൽ തന്നെ ഇന്നലെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജി സുധാകരന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെ പ്രകടനമുണ്ടായിരുന്നു, പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. അത്തരത്തിൽ ജി സുധാകരനെ വലിയ രീതിയിൽ വ്യക്തിപരമായി കടന്നാക്രമിക്കാതെ ആശയപരമായി നേരിട്ട് പരാജയപ്പെടുത്തുക എന്നുള്ള വലിയ ലക്ഷ്യം CPM-ന്റെ മുന്നിൽ ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. അതേസമയം തന്നെ സുധാകരൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അത് ആലപ്പുഴയിലെ നേതൃത്വത്തിനെതിരെയാണ്, ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ചില ശിഥിലീകരണത്തിനെതിരെയാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ആ ഒരു പോരാട്ടം ഏത് രീതിയിൽ ആലപ്പുഴയിൽ ഗുണം കാണും എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. ഒരുപക്ഷെ അമ്പലപ്പുഴ ഇടതിന് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഇടതിനെ മത്സരിച്ച് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ ഈ നിലവിലത്തെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാനാകും. അതോടൊപ്പം തന്നെ ജി സുധാകരൻ മത്സരരംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ അവിടെ UDF ജി സുധാകരൻ അവിടെ മറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ ആര് പിന്തുണ നൽകിയാലും താൻ സ്വീകരിക്കും, തന്നെ പിന്തുണയ്ക്കാവുന്നവർക്കെല്ലാം സ്വീകരിക്കാൻ ആ പിന്തുണ താൻ സ്വീകരിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞിരുന്നു. മറ്റ് പാർട്ടിയിലോ മുന്നണിയിലേക്കോ പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോഴും ഈ ഒരു മറ്റുള്ളവർ തന്നെ സഹായിക്കുകയാണെങ്കിൽ താൻ അത് സ്വീകരിക്കുമെന്ന് അദ്ദേഹം അതിനോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF-ന്റെ കൂടെ പിന്തുണ അമ്പലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ അതൊരു മറ്റൊരു തലത്തിലേക്കുള്ള ഒരു മത്സരത്തിലേക്ക് പോകും. നമ്മളൊരു ഘട്ടത്തിലേക്ക് പറഞ്ഞാൽ ജി സുധാകരൻ കുറച്ചുകൂടി ഒരു എഡ്ജ് UDF പിന്തുണ വരുന്നതോടുകൂടി അവിടെ എത്തുകയും ചെയ്യും. അപ്പോ കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി അമ്പലപ്പുഴ മാറുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലാതെ പറയാനാകും. പാർട്ടി മെഷീനറി മുഴുവനായി അമ്പലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമുണ്ടാകുന്നു. കാരണം CPM-ന്റെ 63 വർഷക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഒരാളാണ് പുറത്തു നിന്ന് മറ്റൊരു രീതിയിലേക്ക് മത്സരിക്കാനായി തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ നേതാക്കന്മാരടക്കം, സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കന്മാരടക്കം ആലപ്പുഴയിൽ വന്ന് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് നേതൃത്വം നൽകാനുള്ള സാധ്യതയുണ്ട്. വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കും. അത് വരും ദിവസങ്ങളിൽ ഇന്നലെ കൂടി സെക്രട്ടേറിയറ്റിലൊക്കെ അത്തരം തീരുമാനങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നു അമ്പലപ്പുഴ എന്ന് തന്നെ പറയാം. അതേസമയം മറ്റ് മണ്ഡലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കഴിഞ്ഞ ടേമുകളിലായി 8 സീറ്റുകൾ വീതം
ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ്. ഇടത് കുത്തകയായി നിലനിൽക്കുന്ന 2 ടേമുകളായി നിലനിൽക്കുന്ന ജില്ല കൂടിയാണ് ആലപ്പുഴ. പക്ഷെ അവിടെ ഇത്തവണ മത്സരം അല്പം കടുത്തതായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം അങ്ങനെ ഒരു ഈസി വോക്ക് ഓവർ ഇടതുപക്ഷത്തിന് ആലപ്പുഴയിൽ പലയിടങ്ങളിലും ഇത്തവണ കിട്ടാനുള്ള സാധ്യത അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF അവർക്ക് നേരിട്ട് സ്വാധീനമുണ്ടായിരുന്ന ഇടങ്ങളിൽ കൃത്യമായ അതൊരു സംഘടനാ രീതി മെച്ചപ്പെടുത്തി അത് ഉയർത്തിക്കൊണ്ടുവരാനും അതേസമയം തന്നെ NDA അവരുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം കിട്ടിയ വോട്ടുകൾ കൊണ്ട് തന്നെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ ഇറക്കി മത്സരം കളം പിടിക്കാനുമാണ് അവർ തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകൾ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അത്തരം സ്ഥാനാർത്ഥികൾ അടക്കം കടന്നു വരികയാണെങ്കിൽ ഈ പറഞ്ഞ LDF കുത്തകയായി നിൽക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. തീർച്ചയായും എന്തായാലും തെക്കൻ കേരളം പിടിച്ചുകൊണ്ട് 3ാം വട്ടവും അധികാരത്തിലെത്തുക എന്നതാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന സൂചനകൾ ശരണ്യ നൽകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനം ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന തെരഞ്ഞെടുപ്പ് അമ്പലപ്പുഴയിലായിരിക്കും എന്നത് വ്യക്തമാവുകയാണ്. അത് ഒരു അഭിമാന പ്രശ്നമായി തന്നെ CPM-ന് മാറുന്ന സാഹചര്യമാണ്. അവിടെ UDF-ന്റെ കൂടി പിന്തുണ കിട്ടുകയാണെങ്കിൽ G. സുധാകരൻ എന്താകും, ഒരു അത്ഭുതം തന്നെ സൃഷ്ടിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായി അമ്പലപ്പുഴ മാറുന്നു എന്നതാണ് ശരണ്യ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.